പീരുമേട് പ്ലാക്കത്തടം ഗോത്ര ഉന്നതിയിലെ ഗോത്രവർഗക്കാരിയായ സീതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് മന്ത്രി നടത്തിയ പ്രസ്താവന ഗുരുതരമായ ചട്ടലംഘനമാണെന്ന് ആദിവാസി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി പറഞ്ഞു. വനംമന്ത്രി രാജിവെക്കണമെന്നും കോട്ടയം ഡിഎഫ്ഒയെ സസ്പെൻഡ് ചെയ്യണമെന്നും സമിതി നേതൃത്വം മൂലമറ്റത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പീരുമേട് പ്ലാക്കത്തടം ഗോത്ര ഉന്നതിയിലെ ഗോത്രവർഗക്കാരിയായ സീതയുടെ മരണവുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് മന്ത്രി നടത്തിയ പ്രസ്താവന ഗുരുതരമായ ചട്ടലംഘനവും ആഭ്യന്തര വകുപ്പിലേക്കുള്ള കടന്നുകയറ്റവുമായി കാണേണ്ടതാണെന്ന് ആദിവാസി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. മരണപ്പെട്ട വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് ലഭിക്കുന്നതിന് മുന്നേ ആന നിരപരാധിയാണെന്നും ഇതൊരു കൊലപാതകമാണെന്ന് സ്ഥാപിക്കുകയും ചെയ്തതിലൂടെ മുഖ്യമന്ത്രിക്കും മേലെയാണ് വനംവകുപ്പ് മന്ത്രി ശശീന്ദ്രൻ എന്ന് സ്ഥാപിക്കുകയും ചെയ്ത ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ്. കൊലപാതകമാണെങ്കിൽ പ്രതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് ഇടുക്കി ജില്ലാ പോലീസ് മേലധികാരികളാണ്. ഈ നിമിഷം വരെ പോലീസ് വകുപ്പ് പത്രസമ്മേളനം നടത്തുകയോ പ്രതിയായ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുകയോ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്തമാണെന്നും സമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി. പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു വരെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം വന്നിട്ടില്ലല്ലോ, റിപ്പോർട്ടും വന്നിട്ടില്ല. അതുകൊണ്ട് അടിയന്തരമായി ഈ സംഘടന ആവശ്യപ്പെടുന്നത് ഈ മന്ത്രി രാജിവെക്കണം. ഈ മന്ത്രി അപമാനമാണ്, ഈ നാടിന് തന്നെ അപമാനമാണ്. കാരണം ഇത് മുഖ്യമന്ത്രിയുടെ കൂടെ ഈ മന്ത്രിസഭക്ക് തന്നെ അപമാനമാണ്. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് മുഖ്യമന്ത്രി ഇടപെട്ട് ഈ രാജി ആവശ്യപ്പെടണം. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ കാണുന്നുണ്ടോ? ഈ ഡിഎഫ്ഒ എന്ന് പറയുന്ന സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടോ? ആ സ്ഥലം സന്ദർശിക്കാതെ അവിടെ കാട്ടാനെ അല്ല ആക്രമണം നടത്തിയെന്ന് പറയാനുള്ള എന്ത് അവകാശമാണ്? കോട്ടയം ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ നിരുത്തരവാദിത്വപരമായാണ് വിഷയത്തെ കണ്ടത്. സംഭവസ്ഥലത്ത് വ്യക്തമായ പരിശോധന നടത്താതെ വിഷയത്തെ ലഘൂകരിക്കുകയും മരണത്തിൽ സംശയം തോന്നിയ അദ്ദേഹത്തിന് മൃതദേഹം വിദഗ്ധ പരിശോധനയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൈമാറുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാതെ കൊലപാതകമാണെങ്കിൽ തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയല്ലേ അദ്ദേഹം ചെയ്തതെന്നും സമിതി നേതാക്കൾ ചോദിച്ചു. വിഷയത്തിൽ സ്വതന്ത്രമായ സർക്കാർ ഏജൻസിയെ കൊണ്ട് അടിയന്തര അന്വേഷണം നടത്തണമെന്നും മൂലമറ്റത്ത് വാർത്താസമ്മേളനത്തിൽ ആദിവാസി ഏകോപന സമിതി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.